അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മാഗ്നറ്റിക് ടേംസ് ആൻഡ് യൂണിറ്റ്സ് ആണ്. അതിൽ നമ്മൾ 6 യൂണിറ്റ്സ്, ഏകദേശം 6, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, അതുപോലെ തന്നെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഓഫ് എ സോളിനോയിഡ്, മാഗ്നറ്റിക് പെർമിയബിലിറ്റി, അതുതന്നെ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി, റിലേറ്റീവ് പെർമിയബിലിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് മാഗ്നറ്റിക് ടേംസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ബാക്കി ഇനി 4 ടേംസും കൂടിയുണ്ട്. അതിൽ ഒന്ന് റിട്ടൻറ്റിവിറ്റിയാണ്. റിട്ടൻറ്റിവിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ടു ഹോൾഡ് ഇറ്റ്സ് മാഗ്നറ്റിസം ആഫ്റ്റർ ദി മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഹാസ് ബീൻ റിമൂവ്ഡ്. നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയലിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷവും ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിനെ ഹോൾഡ് ചെയ്യാനുള്ള എബിലിറ്റിയെ പറയുന്ന പേരാണ് റിട്ടൻറ്റിവിറ്റി എന്ന്. നല്ല റിട്ടൻറ്റിവിറ്റിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കും, അത് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറച്ച് സമയം കൂടി കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഗുഡ് റിട്ടൻറ്റിവിറ്റിയുള്ള മെറ്റീരിയൽസാണ് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റ്സ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് റിട്ടൻറ്റിവിറ്റി. മാഗ്നറ്റിസത്തിനെ ഹോൾഡ് ചെയ്യാനുള്ള എബിലിറ്റി, മാഗ്നറ്റൈസിങ് ഫോഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷവും മാഗ്നറ്റിസം ഹോൾഡ് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് റിട്ടൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹിസ്റ്റെറിസിസ് ആണ്, മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്. അപ്പോൾ നമുക്ക് അറിയാം ഇലക്ട്രോ മാഗ്നറ്റ്സിൽ നമ്മൾ ഒരു അയൺ കോറുണ്ട്, അതിന് ചുറ്റും നമ്മൾ എന്തെങ്കിലും ഒരു കോയിൽ കൊണ്ട് വൗണ്ട് ചെയ്തിട്ട് അതിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് മെറ്റീരിയൽ, ആ കോറിൽ ഒരു മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് സാധാരണ കേസിൽ ഇലക്ട്രോ മാഗ്നറ്റിൽ. ഇനി അങ്ങനെയുള്ള ഇലക്ട്രോ മാഗ്നറ്റ്സിലെ ആ കോയിലിനെ പറയുന്ന പേരാണ് എക്സൈറ്റിംഗ് കോയിൽ. ആ എക്സൈറ്റിംഗ് കോയിലിൽ കറണ്ട് കൊടുക്കുമ്പോഴാണ് അത് ആ മെറ്റീരിയൽ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്. ആ ഒരു എക്സൈറ്റിംഗ് കോയിലിൽ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഫലമായിട്ട് കറണ്ടിൻ്റെ ഫലമായിട്ടൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എന്തും ചേഞ്ച് ചെയ്യും, അതിന് ചുറ്റും ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ കോറിലൊരു മാഗ്നറ്റൈസേഷൻ ഇൻഡ്യൂസ്, അല്ലെങ്കിൽ മാഗ്നറ്റൈസ് ചെയ്യും, ആ കോറ് മാഗ്നറ്റൈസ് ചെയ്യും. അപ്പോൾ ഈ ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓൾട്ടർനേറ്റ് ചെയ്യുന്നതിന് അനുസരിച്ച് ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ കോറിൽ ഡെവലപ്പ് ചെയ്ത മാഗ്നറ്റൈസം അല്ലെങ്കിൽ ആ കോറിലുണ്ടാകുന്ന മാഗ്നറ്റൈസേഷൻ്റെ ഡയറക്ഷനും എന്ത് ചെയ്യും, ഓൾട്ടർനേറ്റ് ചെയ്താണെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പക്ഷേ ഈ കോറിൻ്റെ മാഗ്നറ്റൈസേഷൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഫ്ലക്സ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന അതേ സ്പീഡിലായിരിക്കത്തില്ല. ദാറ്റ് ഈസ് ദ ടു ആർ നോട്ട് ഇൻ സ്റ്റെപ്പ് വിത്ത് ഈച്ച് അതർ. ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ അതേ സ്പീഡിലായിരിക്കത്തില്ല കോറിൽ മാഗ്നറ്റൈസേഷൻ്റെ ഡയറക്ഷൻ, കോറിൽ ഡെവലപ്പ് ചെയ്ത മാഗ്നറ്റൈസേഷൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ എന്താണ്, ആ കോറുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ റിട്ടൻറ്റിവിറ്റി കാരണമാണ്. അപ്പോൾ അതിനെയാണ് ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ലാഗിനെയാണ് പറയുന്നത്. ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന അതേ സ്പീഡിൽ മാഗ്നറ്റൈസേഷൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാത്ത ആ ഒരു ചെറിയ ടൈം ലാഗ് വരുന്നതിനാണ് ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. ഹിസ്റ്റെറിസിന് കാരണം കോറുണ്ടാക്കുന്ന മെറ്റീരിയലിൻ്റെ റിട്ടൻറ്റിവിറ്റിയാണ്. അപ്പോൾ ഹിസ്റ്റെറിസിസ് കാരണം എനർജി ലോസ് സംഭവിക്കാം, മെറ്റീരിയലിൽ എനർജി ലോസ് സംഭവിക്കാം. ആ എനർജി ലോസിനെ പറയുന്ന പേരാണ് ഹിസ്റ്റെറിസിസ് ലോസ്. ഈ ഹിസ്റ്റെറിസിസ് ലോസ് 2 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ കോർ, ആ കോറിൽ ഡെവലപ്പ് ചെയ്ത മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് റിവേഴ്സൽ ഓഫ് മാഗ്നറ്റൈസേഷൻ, ആ മാഗ്നറ്റൈസേഷൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന ആ ഫ്രീക്വൻസിയെയും ഹിസ്റ്റെറിസിസ് ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. അടുത്തൊരു ടേമാണ് പെർമിയൻസ്. പെർമിയൻസ് എന്ന് പറയുന്നത് റിലക്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് പെർമിയൻസ്. റിലക്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ റെസിസ്റ്റൻസ് പറയുന്ന അതേ റെസിസ്റ്റൻസുമായിട്ട് റിസംബിൾ ചെയ്യുന്നൊരു ടേമാണ് റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ആ റിലക്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് എന്തെന്ന് പറയുന്നത്, പെർമിയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ഹെൻറിയാണ്. ദെൻ അവസാനത്തെ ടേമാണ് റിലക്റ്റിവിറ്റി. അതായത്
സ്പെസിഫിക് റിലക്റ്റൻസ്, നമ്മൾ റെസിസ്റ്റൻസും സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ടേമാണ് എന്ത്, റിലക്റ്റിവിറ്റി. അതായത് സ്പെസിഫിക് റിലക്റ്റൻസിനെയാണ് റിലക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് മാഗ്നറ്റിക് ടേംസും അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സും നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.